നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തനിമ വളാഞ്ചേരി ചാപ്റ്റർ ചലച്ചിത്ര പ്രവർത്തകരുടെയും ആസ്വാദകരുടെയും ഒത്തുചേരൽ സിൽമാറ്റിക് വളാഞ്ചേരി എന്ന പേരിൽ ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെ വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബ് ഹാളിലാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യ സെഷനിൽ സിനിമാ ഫെസ്റ്റിവൽ അനുഭവങ്ങളെക്കുറിച്ച് വെസ്റ്റേൺ പ്രഭാകരൻ, സമാന്തര സിനിമകളെക്കുറിച്ച് സലാം KP, പോപ്പുലർ സിനിമകളെക്കുറിച്ച് ഡോക്ടർ നബീൽ ഹാരിസ് എന്നിവർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചയുണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പേരിലൊരു കൗതുകം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ മലപ്പുറത്തുകാർ സിനിമ എന്ന് പറയാറില്ല, സിൽമ എന്നാണ് പറയുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ സിൽമാറ്റിക് വളാഞ്ചേരി എന്നുള്ളൊരു ടൈറ്റിൽ ഇതിന് കൊടുത്തത്. പിന്നെ ഇത് തനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒഴിച്ചുകൂടാനാകാത്ത സംഗതിയാണ്. കാരണം കലാസാഹിത്യ വേദി ആയതുകൊണ്ട് മുഴുവൻ കലാരൂപങ്ങളെയും അംഗീകരിച്ചും ഉൾക്കൊണ്ടും അതിൽ ഇടപെട്ടും മുന്നോട്ട് പോകുന്ന ഒരു സാംസ്കാരിക വേദി, അതാണ് തനിമ. ഇത് ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വളാഞ്ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒരു ഈറ്റില്ലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിനിമ തന്നെയാണ്. സിനിമയുടെ ആസ്വാദകർ, സിനിമയുടെ നിരൂപകർ, വിമർശകർ എന്നതിൽ നിന്ന് തുടങ്ങി വെസ്റ്റേൺ പ്രഭാകരൻ എന്നൊക്കെ തുടങ്ങി ഇന്നിപ്പോൾ അത് എത്തി നിൽക്കുന്നത് ഏറ്റവും നല്ല സിനിമകൾ നിർമ്മിച്ചവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി. ഏറ്റവും നല്ല സിനിമകളിൽ അഭിനയിച്ച് അവാർഡ് നേടിയവരുടെ ഒരു പ്രദേശം കൂടിയാണ് വളാഞ്ചേരി. അപ്പോൾ അതിലേറ്റവും അവസാനത്തെ നിങ്ങൾക്കറിയാം, മഹൽ സിനിമ നമുക്ക് വളാഞ്ചേരിയിലേക്ക് ഒരു അവാർഡല്ല കുറേ അവാർഡുകൾ എത്തിച്ചു തരികയുണ്ടായി. ഇന്നും അത് പ്രശസ്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന പൊതു ചർച്ചയ്ക്ക് സംവിധായകൻ സക്കറിയ നേതൃത്വം നൽകും. വളാഞ്ചേരി ചാപ്റ്റർ പ്രസിഡന്റ് റഹീം പാലാറ, സെക്രട്ടറി KV കുഞ്ഞുമുഹമ്മദ്, സിനിമാ വിഭാഗം കൺവീനർ അമീൻ അസ്ലം, അബ്ദുൽ മജീദ് പുറവണ്ണൂർ തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.